കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഇഷിതയുടെ മഹേഷിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മാഷിനോട് പ്രിയാമണി പറയാ, എന്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല, ഞാനും ആ ഒപ്പം തന്നെ അങ്ങോട്ട് പോകുന്നു പറയാ. ഇത് കേട്ടത് മാഷ് പറഞ്ഞു, ദേ ഇങ്ങനൊന്നും പറയല്ലേ പ്രിയാമണി, നീ പോയിട്ടുണ്ടെ പിന്നെ ഞാൻ ഇവിടെ ജീവനോടെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നോടൊപ്പം പോകും, നമ്മൾ രണ്ടുപേരും കൂടെ മരിക്കോളും എന്നൊക്കെ മാഷ് പറയുവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പ്രിയാമണിക്ക് എന്ത് ചെയ്യണമെന്ന് നടത്തില്ല. പിന്നീട് മാഷ് പ്രിയാമണിനെ കെട്ടിപ്പിടിക്കുകയാണ്. ഈ സമയം മഹേഷ് ആകപ്പാടെ വിഷമിച്ചിരിക്കുകയാണ്. മഹേഷിന്റെ മനസ്സിൽ കൂടെ പല പല ചിന്തകളൊക്കെ പോവുകയാണ്. ആകാശ് പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഓർത്തിരിക്കുകയാണ്. അപ്പോഴേക്ക് ഇഷിത അങ്ങോട്ട് വന്നു. ഇഷിത വന്നിട്ട് ഫുഡ് കഴിക്കണില്ലെന്ന് ചോദിക്കുക. എനിക്ക് വേണ്ട, നീ പോയി കഴിച്ചോളാൻ പറയാ. അതെങ്ങനെ ശരിയോ, മഹേഷ് വന്ന് ഫുഡ് കഴിക്കാൻ പറയാം. വേണ്ടാന്ന് പറഞ്ഞില്ലേ, എനിക്ക് വിശപ്പില്ലാത്തോണ്ടോ? ഓ, അതോ ഇനിയിപ്പം ഞാനെടുത്ത് തന്നിട്ടും ഇഷ്ടപ്പെടാത്തോണ്ടാണോ? അങ്ങനെയുണ്ടോ വേണ്ട, എന്നെ ഒരു ശത്രുവിനെ പോലെ കാണുന്നെങ്കിൽ ഫുഡ് കഴിക്കണ്ട, എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ വരുമെന്ന് പറഞ്ഞിട്ട് ഇഷിത അങ്ങോട്ടേക്ക് പോവാണ്. മഹേഷ് ഒരു നിമിഷം ആലോചിച്ചു. പിന്നീട് മഹേഷ് ചെല്ലുവാണ്. ഡൈനിങ് ടേബിളിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഇഷിത അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇഷിതയ്ക്ക് സന്തോഷമായി മഹേഷ് വന്നതില്. പിന്നീട് മഹേഷിനോട് ചോദിച്ചു, വെജ് വേണോ നോൺ വെജ് വേണോ എന്ന് ചോദിക്കാം. അത് പിന്നെ നിന്റെ അടുത്തിരുന്നിട്ട് എങ്ങനെയാ ഞാൻ നോൺ വെജ് കഴിക്കുന്നത്? വെജ് കഴിച്ചോളാന്ന് പറയാം. അത് കുഴപ്പമൊന്നുമില്ല, ഞാൻ അത് ശ്രദ്ധിക്കാതെ കഴിച്ചോളാന്ന് പറയാം. ഏയ് അത് ശരിയാകത്തില്ല, എനിക്ക് വെജിറ്റേറിയൻ തന്നെ തന്നാൽ മതി എന്ന് പറയണം. അങ്ങനെ ഫുഡ് കഴിക്കും അവരിരുന്ന്. ഫുഡ് കഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് മഹേഷ് ചോദിച്ചു, അല്ല ഇഷിത, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ ഹോസ്പിറ്റൽ ഈ DNA ടെസ്റ്റ് ഒക്കെ നടത്താൻ പറ്റുമോ എന്ന് ചോദിക്കാം. പെട്ടെന്ന് ഇഷിതയൊന്ന് ആലോചിച്ചു. ഇഷിതയ്ക്ക് കാര്യങ്ങൾ മനസ്സിലായി മഹേഷിന്റെ മനസ്സിലിരിപ്പ് എന്താന്ന്. ഈ സമയം ഇഷിത പറഞ്ഞു, ഏയ് അവിടെ ഹോസ്പിറ്റലിൽ അതിന് ഫസ്റ്റേഴ്സ് ഇല്ല, പക്ഷേ നമ്മൾ പുറത്ത് കൊടുത്ത് ചെയ്യിക്കുമെന്ന് പറയാം. എന്താ, അല്ല വെറുതെ ചോദിച്ചെന്നുള്ളൂ, ഇനിയിപ്പോ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ചോദിക്കുവാണെങ്കിൽ നമുക്ക് പറയാലോ, അതുകൊണ്ട് ചോദിച്ചാന്ന് പറയാണ്. ശരിയെന്ന് പറയാം. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം ഇഷിത ചിപ്പിമോളുടെ അടുത്തേക്ക് വരുവാണ്. ചിപ്പിമോളുടെ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ ചോദിക്കാം. അപ്പൊ ചിപ്പിമോള് പറഞ്ഞു, ചക്കി വന്നിട്ടുണ്ടായിരുന്നു, ചക്കിയുടെ അച്ഛനെ ഉടനെ എന്നെ പരോള് കിട്ടുമെന്നാ പറഞ്ഞേ, പുറത്തിറങ്ങാൻ പറ്റുമെന്ന്. ആഹാ കൊള്ളാലോ, നല്ല കാര്യമാണല്ലോന്ന് ജോയ് പറയാണ്. പിന്നീട് ഇഷ്ടം ചോദിച്ചല്ല, ഇൻഡിപെൻഡൻസ് ഡേ എന്നാന്ന് ചോദിക്കുകയാണ്. അതൊക്കെ പറഞ്ഞു കൊടുക്കുവാണ്. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഇഷ്ടയ്ക്ക് സന്തോഷമായി. അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാം. പിന്നീട് ചിപ്പിമോളോട് ചോദിച്ചു, ക്ലാസ്സിലെ ടീച്ചേഴ്സൊക്കെ എന്ത് പറയുന്നു? അവരൊക്കെ നല്ലത് പറയുന്നു, ലെസൺസ് ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്, പിന്നെ ചക്കി വേട്ട ഞാൻ കൂട്ട എന്നൊക്കെ പറയാണ്. പിന്നീട് ഇഷിതയോട് ചിപ്പിമോള് പറഞ്ഞു, അല്ല ഇത്ര സമയം ഞാനുള്ള വിശേഷങ്ങളൊക്കെ പറഞ്ഞേ, ഇനി അമ്മ പറ, അമ്മയ്ക്ക് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്ന് ചോദിക്കാം. എനിക്കിപ്പോ എന്താ, എനിക്ക് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. അമ്മയ്ക്ക് ഒരു വിശേഷമില്ലേ? എന്താ അങ്ങനെ വെച്ചേ? അല്ല അമ്മ വിശേഷങ്ങളൊക്കെ പറ എന്ന് പറയണം. അതെ, മോൾക്കൊരു കാര്യം അറിയാവോ? ഈ കൃഷ്ണന്റെ അമ്മ ആരാന്ന് ചോദിക്കുക. യശോദ. അത് വളർത്തമ്മയല്ലേ യഥാർത്ഥ അമ്മ? ദേവകി. അറിയാലോ മോൾക്ക്. അങ്ങനെയാണെങ്കിൽ ഈ കൃഷ്ണനെ നോക്കി വളർത്തിയതാരാ? യശോദയല്ലേ, പക്ഷെ പ്രസവിച്ച ദേവകിയാ. അങ്ങനെ ഒരു ദിവസം യശോദയോട് വന്നിട്ട് ദേവകി പറയാ, എനിക്ക് എന്റെ മകനെ വിട്ടു തരണമെന്ന് പറയാം. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന യശോദ എന്ത് ചെയ്യുന്നു ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ചിപ്പിമോള് പറഞ്ഞു, അതെന്തിനാ അങ്ങനെ ചോദിക്കണേ? അങ്ങനെ ചോദിച്ചാൽ വിട്ടുകൊടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, വളർത്തിയതാരാ? യശോദയല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടതും അവള് പറഞ്ഞു, ഇഷിത പറഞ്ഞു, അതൊക്കെ ശരി തന്നെയാ, പക്ഷേങ്കിൽ അങ്ങനെയല്ലല്ലോ, പെറ്റമ്മയല്ലേ വന്ന് ചോദിക്കുന്നേ. പെറ്റമ്മ വന്ന് ചോദിച്ചാലും കൊടുക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറയണം. എനിക്ക് മനസ്സിലായി അമ്മ അങ്ങനെ ചോദിച്ചേ, ഞാൻ രചനാമ്മയോടൊപ്പം പോകുന്ന ഓർത്തിട്ടാണോ? എനിക്ക് രചനാമ്മേനെ ഇഷ്ടമില്ല, എനിക്ക് ആ കൂടെ പോകണ്ടെന്ന് പറയാണ്. എനിക്ക് എന്റെ അമ്മയോട് നിന്നാ മതി എന്ന് പറയാം. അങ്ങനെയല്ലല്ലോ, സ്വന്തം പെറ്റമ്മ വന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞാൽ വിട്ടുകൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പൊ തന്നെ കണ്ടില്ലേ കൃഷ്ണന്റെ കാര്യം, കൃഷ്ണനെ വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യശോദയ്ക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ലോ എന്ന് പറയാം. അതെ, കൃഷ്ണന്റെ കാര്യം എനിക്കറിയത്തില്ല, പക്ഷെ എന്റെ കാര്യം എനിക്കറിയാം, ഞാൻ എന്താണല്ലോ അവരോടെ പോകത്തില്ല എന്ന് പറയാം. ഇത് കേട്ടോ ഇഷിത കഴിഞ്ഞു, അല്ല അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടാ? ഞാൻ അങ്ങനെ പറയത്തുള്ളൂ, ഞാൻ പോകത്തില്ല, എനിക്ക് എന്റെ അമ്മേനും ഡാഡിയോടും കഴിഞ്ഞാൽ മതി എന്ന് പറയാം. മോൾക്ക് ആരെയും ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള? എനിക്ക് എന്റെ അമ്മേനെയും ഡാഡീനെ. ശരി, ഏറ്റവും ഇഷ്ടം ആരെയാ? ഡാഡീനെയാണെന്ന് നിൽക്കും. രണ്ടുപേരെ ഇഷ്ടമെന്ന് പറയണം. അതെ, ഏറ്റവും ഇഷ്ടം ആരെന്ന് വെച്ചാൽ ഡാഡി എന്ന് പറയണം. കാരണം മോളുടെ ഡാഡി മോളെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് പറയാം. അത് അമ്മ കള്ളം പറയണല്ലേ നിൽക്കും. അല്ല, സത്യമായിട്ടും അതേന്ന് പറയണം. പിന്നീട് ചിപ്പി മോളെ കൊണ്ടേ കിടത്തിട്ട് പറഞ്ഞു, അതെ ഒത്തിരി അധികം സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ ഡാഡിക്ക് സ്നേഹമൊന്നും പുറത്തെടുത്ത് പ്രകടിപ്പിക്കാനായിട്ട് അറിയില്ല. ഡാഡിക്ക് കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ഇപ്പൊ മോളോട് സ്നേഹം കാണിക്കാത്തെ. മോള് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, ഡാഡി മോളുടെ അരിയിലേക്ക് വരും, മോളെ കെട്ടിപ്പിടിക്കും, ഉമ്മ വെക്കും, പഴയതുപോലെ സ്നേഹപ്രകടനം എല്ലാം നടത്തും, അധികം വൈകാതെ തന്നെ ഉണ്ടാവും കേട്ടോ, മോള് ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനും ചിപ്പി മോള് കിടന്നുറങ്ങി. പിന്നീട് ഇഷിത
മുറിയിലേക്ക് വരുമ്പോൾ മഹേഷ് അവിടെ എന്തൊക്കെയോ ഇരുന്ന് കുത്തി കുറിക്കുന്നുണ്ടായിരുന്നു ഒരു ഡയറിയിൽ. ഇഷിത വന്നു കഴിഞ്ഞപ്പത്തിന് മഹേഷ് അങ്ങോട്ട് എഴുന്നേറ്റ് വന്നു. പിന്നീട് ഇഷിതയ്ക്ക് ഒരു ചോക്ലേറ്റ് എടുത്ത് കൊടുക്കുകയാണ്. അല്ല ഇതെവിടുന്ന? ഓ എന്റെ പൊന്നോ, തെറ്റിദ്ധരിക്കണ്ട, തനിക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ചോണ്ട് വന്നൊന്നുമല്ല. ഇത് കടയിൽ ബാലൻസ് കിട്ടാതെ വന്നു കഴിഞ്ഞപ്പം കടക്കാരൻ തന്നാന്ന് പറയണം. ഇഷിത അത് വിശ്വസിക്കുന്ന പോലെ അങ്ങോട്ട് അഭിനയിക്കുകയാണ്. പിന്നീട് മഹേഷ് പറഞ്ഞു, ഞാൻ ഓർക്കുമായിരുന്നു നമ്മൾ തമ്മിൽ നേരത്തെ എന്തുമാത്രം വഴക്കിട്ടുണ്ടിരുന്ന. പക്ഷെ ഞാൻ ആ വഴക്കൊക്കെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തോ ആ വഴക്കൊക്കെ ഇടുമ്പം തന്നോട് പ്രത്യേക ഒരു സ്നേഹമൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പറയണം. പിന്നീട് മഹേഷ് വീണ്ടും പോയി എഴുതാനായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഇന്ന് ഞാനേ ഒരു സ്വാമിനെ കണ്ടായിരുന്നു. ആ സ്വാമി പറഞ്ഞ എന്താണെന്നറിയോ, നമ്മള് ജീവിതത്തിൽ സന്തോഷമായിട്ടിരിക്കാനായിട്ട് നമ്മൾ ജീവിതത്തെ അതിന്റെ വഴിക്ക് വിട്ടേക്കുക. നമ്മൾ കൂടുതൽ നമ്മൾ പറയുന്ന വഴിക്ക് ജീവിതം വരണമെന്ന് പറഞ്ഞാൽ ചിലപ്പം വന്നത് വരത്തില്ല. ആ ജീവിതം ഏത് വഴിയാണോ നീങ്ങുന്നത് ആ വഴി തന്നെ നമ്മൾ ഇങ്ങോട്ട് നീങ്ങുവാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ എല്ലാം കാര്യങ്ങൾ നടക്കും. അല്ലാതെ ഒരിക്കലും ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇപ്പം നമ്മളെപ്പോലെ തന്നെ ബാക്കിയുള്ളവർ പെരുമാറണമെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇത് കേട്ടതും ഇഷിത പറഞ്ഞ്, ഭയങ്കര തത്വങ്ങളും കാര്യങ്ങളൊക്കെ ആണല്ലോ പറയുന്നത്. അതെന്നോട് സ്വാമിജി പറഞ്ഞ കാര്യങ്ങളാ അതാന്ന് പറയണം. ഓഹോ അങ്ങനെയാണല്ലേ. പിന്നീട് മഹേഷ് അവിടെ വന്ന് ഇരിക്കുകയാണ്. ഇഷിതയോട് ഇവിടെ ഇരിക്കണോ എന്ന് പറയണം. അങ്ങനെ ഇഷിത ഇരുന്നു. കുറച്ച് ഗ്യാപ്പ് ഇട്ടായിരുന്നേ. ഇതെന്താ എത്ര ഗ്യാപ്പ് ഇട്ടിരിക്കുന്നത്? ഒന്നുമല്ലേലും നമ്മള് ഇത്ര പരിചയക്കാരൊക്കെയല്ലേ എത്ര അടുത്തിരിക്കാന്ന് പറയണം. ഇത് കേട്ടതും മഹേഷിന്റെ അരിയിലേക്ക് ഇഷിത ചേർന്നിരിക്കുകയാണ്. പിന്നീട് മഹേഷ് ചോദിച്ചു, അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോടെ, താൻ എന്തിനാ എന്നെ വിവാഹം കഴിച്ചെന്ന് ചോദിക്കാം. അത് പിന്നെ ചിപ്പിമോൾക്ക് വേണ്ടി ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ചിപ്പിമോൾ ഒരു ദിവസം നഷ്ടപ്പെട്ട താൻ എന്നെ ഉപേക്ഷിച്ചിട്ട് പോകുമെന്ന് ചോദിക്കാം. ഇഷിതയ്ക്ക് എന്തും മറുപടി പറയാൻ നടത്തില്ല. ഇഷിത വല്ലാത്തൊരവസ്ഥയെപ്പോയി. ഉത്തരം പറയാൻ ബുദ്ധിമുട്ടല്ലേ? എനിക്കറിയാം, തനിക്കെന്നല്ല അങ്ങനെ ആർക്കും അതിനെക്കുറിച്ച് ഉത്തരം പറയാനായിട്ട് പെട്ടെന്ന് സാധിക്കില്ല എന്ന് പറയണം. പെട്ടെന്ന് ഇഷിത പറഞ്ഞു, എനിക്കറിയാം മഹേഷിന്റെ ഉള്ളിൽ ഒരു വിഷമമുണ്ടെന്ന്. എന്താണെങ്കിലും തുറന്നു പറ മഹേഷേ, ഇങ്ങനെ മനസ്സിൽ വെച്ചിടന്നിട്ട് കാര്യമില്ലെന്ന് പറയണം. ഇത് കേട്ടത് മഹേഷ്, ഞേ ഒന്നുമില്ല, എനിക്കറിയാം നമ്മുടെ മനസ്സിലെ വിഷമം ആരുടെല്ലാം പറഞ്ഞാൽ തീരും. ഓ സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് പോവാണെങ്കിൽ വിഷമം മാറുമെന്നാണ് ഇഷിത പറയണേ. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശം, അങ്ങനെയല്ല. നമ്മൾക്ക് അടുപ്പുള്ള ആരുടെയും പറയുവാണെങ്കിൽ കുറച്ചൊക്കെ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കില്ലോ എന്ന് പറയണം. പിന്നീട് ഇങ്ങനെ ഇഷിതയോട് പറഞ്ഞു, ഞാൻ ആലോചിക്കുമായിരുന്നു, ഇപ്പം നിന്നെ ചിപ്പിമോള് സ്നേഹിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാ? സ്വന്തം പെറ്റമ്മയല്ലെന്നറിയാം, പക്ഷെ ചിപ്പിമോൾക്ക് ഭയങ്കര സ്നേഹമാണ്. പെറ്റമ്മയല്ലെന്ന് അറിഞ്ഞിട്ട് അവൾ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ എനിക്കങ്ങനെ ചില സമയത്ത് ചിപ്പിമോളെ സ്നേഹിക്കാൻ സാധിക്കുന്നില്ല. എൻ്റെ സ്വന്തം കുഞ്ഞാ. ചില സമയത്ത് എനിക്ക് തോന്നും അവൾ എൻ്റെ കുഞ്ഞല്ലെന്ന് വല്ല തോന്നുന്നുണ്ട്. എന്താന്ന് മാത്രം എനിക്ക് അറിയില്ല എന്ന് പറയണം. കാരണം പറയാതെ ആ കാര്യങ്ങളൊക്കെ ഇഷിതയോട് മഹേഷ് സംസാരിക്കുകയാണ്. ഇഷിതയ്ക്ക് ഈ കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പിന്നീട് പറഞ്ഞു, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്ന് പറയണം. ഇഷിത കേട്ട് ഇഷിത പറഞ്ഞു, ധൈര്യമായിട്ടിരിക്കും മഹേഷേ, പേടിക്കൊന്നും വേണ്ട എന്ന് പറയണം. ഇത് കേട്ട് മഹേഷ് ഇഷിതയുടെ തോളിലേക്ക് ചാരുവാണ്. ഇഷിത പതുക്കെ കൈയെടുത്ത് പിടിച്ചു. ഇച്ചിരി സമയം അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ തന്നെ മഹേഷ് പറഞ്ഞു, സോറി കിട്ടോ എന്ന് പറഞ്ഞാൽ അന്ന് മാറുവാണേ. അതൊന്നും കുഴപ്പമില്ല, മഹേഷിന്റെ എല്ലാ പ്രശ്നങ്ങളും തീരും. ഇല്ലെങ്കിൽ നമ്മൾ തീർക്കും. എന്തിനു വേദന ഞാനൊപ്പം കൂടെ ഉണ്ടായിരിക്കും. ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞ് മഹേഷിനെ ആശ്വസിപ്പിക്കുകയാണ്. പിന്നീട് മഹേഷിനോട് പറഞ്ഞു, ശരിക്കും ഒന്നും ഉറങ്ങിയാൽ തീരാവുന്ന പ്രശ്നങ്ങളില്ലോ, മഹേഷ് കിടന്നോളാൻ പറയണം. അങ്ങനെ മഹേഷ് പോയി കിടന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇഷിത അവിടെ ഇരിക്കുവാണ്. പിന്നീട് ആരോഗ്യമന്ത്രി അൻസാരിദാസിന്റെ അടുത്തേക്ക് വിനോദ് വരുവാണ്. അപ്പം ആ സമയം അൻസാരിദാസ് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് വിനോദ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും, എന്താ വിനോദ് ഈ വഴിക്കൊക്കെ? അല്ല അത് പിന്നെ നേതാവ് ഒരു കാര്യമുണ്ടെന്ന് പറയണം. അതെ, എൻ്റെ ഒരു വേണ്ടപ്പെട്ട ആളാ. വേണ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സ്റ്റുഡൻസ് യൂണിയന്റെ വൈസ് പ്രസിഡന്റാ. പുള്ളിക്കാരൻ്റെ സീറ്റ് വേണമെന്ന് പറയണം. സീറ്റോ? അതെ, PGക്ക് അഡ്മിഷൻ വേണമെന്ന് പറയണം. ഓ വേറെ കുഴപ്പമൊന്നുമില്ല, +2 ഒക്കെ പാസ്സായതാണല്ലേ? അതേന്ന് പറയണം. അല്ല ഇപ്പൊ ഞാനാകെ പെട്ടിരിക്കുക. കാരണം 10ാം ക്ലാസ് കഴിഞ്ഞ് +2 പോലും പോകാതെ MBBSന് 2ാം വർഷം ഒരുത്തം കയറിയിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ പെട്ടുപോയെന്ന് ഞാൻ പറഞ്ഞേ. അങ്ങനെ എന്തെങ്കിലും ആണെന്ന് അറിയാൻ വേണ്ടിയാ. അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയണം. പിന്നെ വേറെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നൊക്കെ വിനോദിനോട് ഇങ്ങനെ ചോദിക്കുകയാണ്. വിനോദ് പറഞ്ഞു, കുഴപ്പമില്ല നേതാവെന്ന് പറയണം. അപ്പോഴേക്കുമാണ് അങ്ങോട്ടേക്ക് പോലീസുകാരൻ ജോർജ് അങ്ങോട്ട് വരുന്നത്. ജോർജിനെ കണ്ടതും അറിയുമ്പോൾ തിരിച്ച്, എന്തായി ജോർജ് കാര്യങ്ങൾ, എന്തുണ്ട് വിശേഷങ്ങൾ എന്നൊക്കെ ചോദിക്കുകയാണ്. അതെ, പ്രത്യേക ഒരു ഇൻഫർമേഷൻ ഉണ്ടെന്ന് പറയണം. ഇൻഫർമേഷനോ? എന്തിന് ഇൻഫർമേഷൻ? അത് പിന്നെ ആതിരയെ കുറിച്ചാന്ന് പറയണം. ആതിരയെ കുറിച്ചോ? അതെ, അവളെ ജീവിതത്തിലേക്ക് മടങ്ങി വന്നോണ്ടിരിക്കുമെന്ന് പറയണം. ഇത് കേട്ടോ ആരോഗ്യം എന്തെങ്കിലും ഞെട്ടി. എന്തൊക്കെയാ ജോർജ് പറയണമെന്ന് വെക്കുക. അതെ, അവള് ജീവിതത്തിലേക്ക് മടങ്ങി വന്നോണ്ടിരിക്കുക. പെട്ടെന്ന് വിനോദിനോട് ചോദിച്ചു, അല്ല വിനോദല്ലേ പറഞ്ഞത് അവൾ 2 ദിവസത്തിൽ മരണപ്പെടും എന്നൊക്കെ? അത് ശരിയാ, എന്തൊക്കെ വലിയ കൊടും വിഷം കൊടുത്തതെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത്? അവള് ജീവിതത്തിലേക്ക് മടങ്ങി വന്നോണ്ടിരിക്കുവാണല്ലോ. ഇത് എന്തൊക്കെയാ വിനോദം ഞാൻ കേൾക്കണേന്ന് ചോദിക്കാം. അത് പിന്നെ നേതാവ് എനിക്കറിയത്തില്ല എന്താ സംഭവിച്ചതെന്ന്. ഇതേ വിനോദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന കാര്യമാണ്. അവള് പക്ഷേ രക്ഷപ്പെട്ടു വന്ന സത്യങ്ങളൊക്കെ വിളിച്ചു പറയും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഡോക്ടർ ഇഷിത ഇത് അറിഞ്ഞാൽ പിന്നെ വെറുതെ ഇരിക്കത്തില്ല, നമ്മൾ അപകടത്തിലാവും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അവളെ ഇല്ലാതാക്കണമെന്ന് പറയണം. പിന്നീട് ജോർജിനോട് ചോദിച്ചു, അല്ല ജയിലിൽ നമ്മുടെ 2 പിള്ളേര് കിടക്കുന്നില്ലേ? നിൽക്കും ഉണ്ട്, അവരെ അങ്ങോട്ട് പുറത്തിറക്കിയാരെ. പിന്നെ
അതിന്റെ ഉത്തരവാദിത്തം എല്ലാം ജോർജിനായിരിക്കും എന്ന് പറയാം. അതിനുശേഷം വിനോദിനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഇനിയിപ്പൊ അവന്മാരെ വിട്ട് അവളെ അങ്ങ് ഇല്ലാതാക്കാം. ഒരു കാരണവശാലും ആദരം ജീവിച്ചിരിക്കാൻ പാടില്ല. ആദരം ജീവിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല. ഇഷ്ടത്തിനെ നമുക്ക് അകത്താക്കാൻ പറ്റത്തില്ല. ഇതാണ് പറ്റിയ സമയം എന്ന് പറയണം. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിനോദ് എസ് മുളുവാണ്. വിനോദിന് എസ് മുളായിരിക്കാൻ പറ്റില്ല. പിന്നീട് വിനോദ് അവിടുന്ന് തിരികെ പോരുകയാണ്. ഈ സമയത്ത് ആകാശിന്റെ അടുത്ത് മൃണാളിനെയും രചനയും എല്ലാവരും ഉണ്ട്. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആകാശ് പറഞ്ഞു, എങ്ങനെയും ആ മഹേഷിനെ തറക്കണം എന്ന് പറയണം. ഇത് കേട്ട മൃണാളിനെ ചോദിച്ചു, അല്ല ആകാശിന്റെ രചനയുടെ കുഞ്ഞാണ് ചിപ്പി എന്നുള്ള കാര്യം മുമ്പൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇരിക്കണം. അത് പിന്നെ അങ്ങനെ വിളിച്ചു പറഞ്ഞിട്ട് അവർക്ക് കാര്യമല്ലോ എന്ന് പറയണം. എന്നാലും സർപ്രൈസ് ആയിരുന്നല്ലോ എന്ന് പറയണം. ഈ സമയത്ത് രചന പറഞ്ഞു, അതെ എങ്ങനെ ആകാശിനെ എങ്ങനെ മഹേഷിനെ തകർക്കണമെന്ന് പറയണം. അവന് തകർക്കാനുള്ള എന്തെങ്കിലും പ്ലാൻ കണ്ടെത്തണം എന്ന് പറയണം. മൃണാളിനി പറഞ്ഞു, ഇനിയിപ്പൊ എന്താ തകർക്കാനായിട്ട്? അവനെ തകർക്കാനായിട്ടുള്ള ഒറ്റ വിദ്യയുള്ളൂ. നമ്മൾ ഇനിയിപ്പോ സോഷ്യൽ മീഡിയ ഉപയോഗിക്കണം എന്ന് പറയണം. സോഷ്യൽ മീഡിയ, അതെ നിങ്ങൾ രണ്ടുപേരും കൂടെ വന്നിരുന്നിട്ട് ഒരു ചില കാര്യങ്ങൾ സത്യങ്ങളൊക്കെ വിളിച്ചു പറയണം. നിങ്ങളുടെ ജീവിതത്തിലെ സത്യങ്ങളോ, അതെ ചിപ്പിമോള് നിങ്ങളുടെ മകളാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ അത് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തോളൂ. അങ്ങനെ മഹേഷിന് വിശ്വസിക്കുന്ന നല്ല പണി തന്നെ കിട്ടുക തന്നെ ചെയ്യും. അതിൽ പലരും പ്ലാറ്റ്ഫോം വേറെ കിട്ടാനില്ലെന്ന് പറയണം. ഇത് കേട്ടതും രചന ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, എന്താ ഈ മൃണാളിനി നീ ഇങ്ങനെയൊക്കെ പറയണേ? ഞാൻ അങ്ങനെ ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വലിയ നാണക്കേടല്ലെന്ന് ചോദിക്കും. ഓ ഇത്ര മാനാഭിമാനമുള്ള ആളാണെങ്കിൽ ഇറങ്ങി പോരില്ലായിരുന്നു എന്ന് ചോദിക്കുകയാണ്. ഇപ്പൊ രചനയ്ക്ക് എന്താ അഭിമാനം ഉള്ളതെന്ന് ചോദിക്കും. എന്താ എനിക്കൊരു അഭിമാനം ഇല്ലെന്ന് ചോദിക്കുക. ഞാനുള്ള സ്നേഹിച്ചു, അയാളോടൊപ്പം ഇറങ്ങിപ്പോന്നു, അതിനിപ്പോ എന്താന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടേച്ചും മൃണാളിനി പറഞ്ഞു, അതെ അത് രചനയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നൊക്കെ പറയാണ്. ഇപ്പൊ ഇവിടെ പ്രധാന വിഷയം അതല്ല, ചിപ്പിമാളാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ. ചിപ്പിമാളെ നിങ്ങൾക്ക് കിട്ടണ്ടെന്ന് ചോദിക്കുകയാണ്. ആകാശ് പറഞ്ഞ് കിട്ടണം, എത്രയും പെട്ടെന്ന് തന്നെ കിട്ടണം. അങ്ങനെയാണെങ്കിൽ ആകാശിന് DNA ടെസ്റ്റ് നടത്തിയതിന്റെ റിസൾട്ട് ഒക്കെ അതിലുണ്ടല്ലോ, അത് വെച്ച് കോടതിയിലൊന്ന് വാദിച്ചുകൂടെന്ന് ചോദിക്കുക. അത് ശരി തന്നെയാ, പക്ഷെ കോടതിയിൽ അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ വിധിയൊക്കെ വരാനായിട്ട് കുറെ താമസിക്കും. അപ്പൊ അത്ര നാൾ കാത്തിരിക്കേണ്ടെന്ന് ചോദിക്കുക. അത് ശരിയാ, അത്ര നാൾ കാത്തിരിക്കണം എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, അതിനു മുമ്പ് വേറെ എന്തെങ്കിലും ഇടപെടിയെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യാന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ചിപ്പിമോളെ തിരികെ കിട്ടുമല്ലോ എന്ന് പറയണം. അത് ശരിയാ, പക്ഷെ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാം. ചിപ്പിമോളെ വിട്ട് കിട്ടണമെങ്കിൽ അത്ര എളുപ്പം നടത്താവുന്ന കാര്യങ്ങളൊന്നും അല്ല, അത് ഇത്ര ബുദ്ധിമുട്ടുള്ള കാര്യമെന്ന് പറയണം. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ഉള്ളാണ്ടി പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ ഒരു പത്രസമ്മേളനം നമ്മൾ വിളിക്കാം, അതോടുകൂടി കാര്യങ്ങളൊക്കെ എളുപ്പമാണെന്ന് പറയണം. പക്ഷെ രചനയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. രചന പറഞ്ഞു, ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അതിലൊന്നും എന്നെ കിട്ടത്തില്ല, എനിക്ക് നാണക്കേടാന്ന് പറയണം. മൃണാളിനി പറഞ്ഞു, എന്ത് നാണക്കേട്? കാമുകനൊപ്പം ഒളിച്ചോടി പോയപ്പോ എന്താ നാണക്കേട് ഇപ്പൊ നിനക്ക് എങ്ങനെയാ രചന വന്നതെന്ന് ചോദിക്കുകയാണ്. രചന പറഞ്ഞു, ദേ കൂടുതൽ നീ പറഞ്ഞാണ്ടല്ലോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. അപ്പൊ ആകാശ് പറഞ്ഞു, ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ, നമുക്ക് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാന്ന് പറയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.